നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. ഇന്ദ്രൻ അവിടെ നിന്ന് പുറപ്പെട്ടു. മഴയുടെ അധിപതിയാണ് അദ്ദേഹം മേഘമാലകളുമായിട്ട് അവിടെ നിന്ന് പുറപ്പെട്ട് ഖാണ്ഡവനത്തിന് മുകളിലെത്തി അതിശക്തമായ മഴ ചൊരിഞ്ഞു. ആ മഴയിലും അതേപോലെ തന്നെ ഇടിമിന്നലിലും ഒക്കെ പെട്ട് ആ അഗ്നി മുഴുവൻ അണഞ്ഞുപോയി. ഖാണ്ഡവനത്തെ ദഹിപ്പിക്കാനുള്ളതായ അഗ്നിദേവന്റെ പരിശ്രമം വൃഥാവിലായി. അഗ്നി ദുഃഖിതനായി. വീണ്ടും കുറെ നാൾ കഴിഞ്ഞ് അദ്ദേഹം പരിശ്രമിച്ചു നോക്കി. സാധിക്കുമോ എന്നറിയാൻ സാധിക്കുന്നില്ല. പലതവണ പരിശ്രമിച്ച് സാധിക്കുന്നില്ല. അപ്പോഴെല്ലാം ഇതേ പ്രകാരത്തിൽ അവിടെയുള്ള മൃഗങ്ങൾ പ്രതിരോധിക്കുന്നു എന്ന് മാത്രമല്ല, ഇന്ദ്രൻ ഓടിയെത്തിയിട്ട് മഴ പെയ്ച്ചിട്ട് തീയെ അണയ്ക്കുന്നു. അങ്ങനെ വന്നപ്പോഴേക്കും ഇതെല്ലാം ബ്രഹ്മാവിനെ അറിയിച്ച് കൃത്യമായ പരിഹാരം അദ്ദേഹത്തിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് വിചാരിച്ച അഗ്നി വീണ്ടും സത്യലോകത്തേക്ക് ചെന്നു. എന്നിട്ട് തച്ചസർവം യഥാന്യായം ബ്രഹ്മണേ സന്യവേദയത്, അത് മുഴുവൻ നടന്ന സംഭവങ്ങൾ മുഴുവൻ, താൻ എത്ര തവണ പരിശ്രമിച്ചു, എങ്ങനെയെല്ലാം പരിശ്രമിച്ചു, എങ്ങനെയെല്ലാം അത് പരാജയപ്പെട്ടു, അത് മുഴുവൻ ബ്രഹ്മാവിനെ ദുഃഖത്തോടു കൂടിയിട്ട് കേൾപ്പിച്ചു. ബ്രഹ്മാവ് അത് മുഴുവൻ കേട്ടിരുന്നു. എന്നിട്ട് മുഹൂർത്തം സ വിചിന്യതു, കുറച്ചു നേരം, ഒരു മുഹൂർത്തം അദ്ദേഹം ഇക്കാര്യങ്ങളെല്ലാം ഓർത്ത് ധ്യാനനിമഗ്നനായിരുന്നു. എന്താണ് ഇതിന് ഒരു പരിഹാരം എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട്. എന്നിട്ട് ധ്യാനത്തിൽ നിന്ന് ഉണർന്നു. വളരെ സന്തോഷത്തോടുകൂടി ഉണർന്നിട്ട് പറഞ്ഞു, ഉപായ പരിദൃഷ്ടോമേ യഥാത്വം ത്യക്ഷസേ അനഘ. അല്ലയോ അനഘ, പാപമില്ലാത്തവനെ, നിനക്ക് ആ കാട് മുഴുവൻ ദഹിപ്പിക്കാനാകും. അതിനുള്ളതായ ഉപായം ഞാനിതാ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. അത് ഞാൻ പറഞ്ഞു തരാം. അല്പം കാലം കാത്തിരിക്കേണ്ടതായിട്ട് വരും. അപ്പോഴേക്കും ഈ ആഗ്രഹം വളരെ വിജയപ്രദമായിട്ട് നടക്കും. കാലം ച കഞ്ചിത് ക്ഷമതാം തതസ്ത്വം ധ്യക്ഷ്യസേനല. അല്ലയോ അഗ്നിദേവ, കുറച്ചു കാലം കാത്തിരിക്കുക. അപ്പോഴേക്കും നിനക്ക് ആ കാനനം മുഴുവൻ ഭക്ഷിക്കാനായി സാധിക്കും. അതിന് കരുത്തുള്ളവരായ സഹായികൾ നിനക്കവിടെ ലഭിക്കും. ഭവിഷ്യത സഹായൗതേ നരനാരായണോ തഥാ. കുറെ കാലം കഴിയുമ്പോൾ നരനും നാരായണനും അവിടെ വരും, അവിടെ എത്തിച്ചേരും. അവരവതരിക്കും ഭൂമിയിൽ. അനേകം കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട്, ധർമ്മത്തെ ഭൂമിയിൽ പുനരാനയിക്കുന്നതിന് വേണ്ടിയിട്ട്, അധർമ്മത്തെ ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം വരും, നരനും നാരായണനും. അവർ രണ്ടുപേരും, ആ പുരാണ ഋഷിമാരവിടെ വരും. അവർ നിനക്ക് സഹായികളായി തീരും. ഇന്ദ്രനെ അദ്ദേഹത്തിൻ്റെ ഈ പരാക്രമത്തിൽ നിന്നിട്ട് പിന്തിരിപ്പിച്ചിട്ട്, തോൽപ്പിച്ച് ഓടിച്ചിട്ട് ആ വനത്തെ മുഴുവൻ നിനക്ക് ഭക്ഷിക്കുവാൻ തരാനുള്ള കരുത്തവർക്കുണ്ട്. താഭ്യാം ത്വം സഹിതോദാവം ധക്ഷ്യസേ ഹവ്യവാഹന. ഹവ്യത്തെ ദേവന്മാർക്ക് എത്തിച്ചു കൊടുക്കുന്ന, ഹവിസ്സിനെ ദേവന്മാർക്ക് എത്തിച്ചു കൊടുക്കുന്ന അല്ലയോ അഗ്നേ, അവർ രണ്ടുപേരുടെ സഹായത്താൽ, അവർ ഒരുമിച്ച് നിന്നെ സഹായിക്കും. അവരുടെ സഹായത്താൽ നിനക്ക് നിന്റെ ഈ ലക്ഷ്യം നിറവേറ്റാനാകും എന്ന് അറിഞ്ഞുകൊള്ളുക.
ഇങ്ങനെ അഗ്നിഭഗവാനോട് ബ്രഹ്മാവ് പറഞ്ഞു. ആ കാലവും കാത്ത് ഇരിപ്പായി അഗ്നിഭഗവാൻ. എന്നാൽ അങ്ങനെ തന്നെ ആകട്ടെ എന്ന് പറഞ്ഞ് ബ്രഹ്മാവിനെ വന്ദിച്ച് അഗ്നിഭഗവാൻ അവിടെ നിന്ന് തൻ്റെ സ്ഥാനത്തേക്ക് പോയി. കാലം കാത്തിരുന്നു. അപ്പോഴേക്കും സമയമായി നരനാരായണന്മാർക്ക് ഭൂമിയിൽ അവതരിക്കാൻ. അവർ അവതരിച്ചു. അതും അഗ്നിഭഗവാൻ അറിഞ്ഞു. സംഭൂതൗ തൗ വിദിത്വാതു നരനാരായണൗ ഋഷൗ. നരനാരായണന്മാരെന്ന ആ ഋഷിമാര്, ആദി ഋഷിമാര്, അവര് ഭൂമിയിൽ അവതരിച്ചു എന്നുള്ളതായ വൃത്താന്തം അതറിയാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അവർ അവതരിച്ച ഉടനെ തന്നെ അറിഞ്ഞു അഗ്നി. ഏറെക്കാലം തൻ്റെ ആദ്യ പരിശ്രമത്തിന് ശേഷം കടന്നുപോയിരിക്കുന്നു. പക്ഷേ ഇപ്പോഴിതാ ബ്രഹ്മാവ് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. അതറിഞ്ഞ ഉടൻ തന്നെ അഗ്നി വീണ്ടും ബ്രഹ്മാവിൻ്റെ സമീപത്തേക്ക് പോയി. എന്നിട്ട് അദ്ദേഹത്തോട്, പിതാമഹനോട് നരനാരായണന്മാരുടെ അവതാര കഥയെക്കുറിച്ച് കേൾപ്പിച്ചു. അത് കേട്ട മാത്രയിൽ ബ്രഹ്മാവ് അഗ്നി ഭഗവാനെ സമാധാനിപ്പിച്ചുകൊണ്ട് അഗ്നിയോട് പറഞ്ഞു, അബ്രവീച്ച തഥാ ബ്രഹ്മ യഥാത്വം ധക്ഷ്യസേ അനല ഖാണ്ഡവം ദാവമദ്യൈവ മിഷദോസ്യ ശചീപതേ. ഖാണ്ഡവ വനത്തെ ഇപ്പോൾ തന്നെ ഈ നരനാരായണന്മാരുടെ സഹായത്തോടു കൂടിയിട്ട് നിനക്ക് ദഹിപ്പിക്കാനാകും. എങ്ങനെ ദഹിപ്പിക്കാനാകും? അതിൻ്റെ വിധങ്ങളെല്ലാം അദ്ദേഹം പറഞ്ഞുകൊടുത്തു, ബ്രഹ്മാവ് പറഞ്ഞുകൊടുത്തു. ഖാണ്ഡവനത്തെ ദഹിപ്പിക്കാൻ തുടങ്ങുമ്പോഴേക്കും സഹായികളായിട്ട് ഇവർ രണ്ടുമുണ്ട്. അതുകൊണ്ടത് നടക്കും. എതിർക്കാനായിട്ട് ഇന്ദ്രൻ വരും. അദ്ദേഹത്തിൻ്റെ സൈന്യവും കൂടെ ഉണ്ടാകും. വേറെയും പലരും ആ അവസരത്തിൽ ഇന്ദ്രനോടൊപ്പം ചേരും. ഖാണ്ഡവനത്തിൽ വസിക്കുന്നവരായിട്ടുള്ള അസുരീ സമ്പത്തുകളെല്ലാം കൂടി രംഗത്തിറങ്ങും. ഇപ്പോൾ ഇന്ദ്രൻ്റെ പക്ഷത്ത് നിന്ന് തന്നെ അവർ യുദ്ധം ചെയ്യും. ആ അവസരത്തിൽ ആ ഇന്ദ്രൻ കണ്ടുകൊണ്ട് നിൽക്കവേ ഇന്ദ്രൻ്റെ കൺമുന്നിൽ വച്ച് മിഷദോസ്യ ശചീപതേഹ്, ആ ഇന്ദ്രൻ കണ്ടുകൊണ്ട് നിൽക്കവേ തന്നെ, അല്ലയോ ദേവ, അങ്ങയ്ക്ക് ഈ ഖാണ്ഡവനത്തെ ദഹിപ്പിക്കാനായി സാധിക്കും എന്ന് ബ്രഹ്മാവ് അഗ്നിയോട് പറഞ്ഞു. നരനാരായണോ യൗതൗ പൂർവദേവോ വിഭാവസോ. എന്നിട്ട് ആ നരനാരായണന്മാർ ആരാണ് എന്ന് അഗ്നി ഭഗവാന് പറഞ്ഞു കൊടുക്കുകയാണ്. അത് വ്യാസൻ അതുപോലെ നിബന്ധിച്ചിരിക്കുന്നു. എന്തിന്? നമുക്കും മനസ്സിലാകണമല്ലോ. ഈ മഹാഭാരതം പഠിക്കുന്ന നമുക്കും ഈ അർജുനനും കൃഷ്ണനും ആരാണ് എന്നുള്ള വസ്തുത തിരിച്ചറിയാൻ സാധിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ ബ്രഹ്മാവ് അഗ്നിയോട് പറഞ്ഞ ആ കാര്യം വ്യാസഭഗവാൻ അതുപോലെ നമ്മെ കേൾപ്പിക്കുകയാണ്. അല്ലയോ അഗ്നേ, ഈ നരനാരായണന്മാർ ആരാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. പണ്ടേയുള്ള ഋഷിമാരാണ്. ലോക ആരംഭം മുതലുള്ള ഋഷിമാരാണ്. അവരുടെ കരുത്തിലാണ് ധർമ്മം ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നത്. ധർമ്മത്തെ നിലനിർത്തുക എന്നുള്ളത് അവർ അവരുടെ ചുമതലയായിട്ട് സ്വീകരിച്ചിരിക്കുന്നു. അവരിപ്പോൾ സംപ്രാപ്തവും മാനുഷേയ ലോകേ കാര്യാർത്ഥം ഹി ദിവൗകസം. ദേവലോകത്ത് വസിക്കുന്നവരായ ദേവന്മാരുടെ കാര്യം നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഭൂമിയിലേക്ക് മനുഷ്യരൂപത്തിൽ ഇറങ്ങി വന്നിരിക്കുകയാണ്, അവതരിച്ചിരിക്കുകയാണ്. നമ്മൾ ജനിക്കുന്നു. കാരണം നമ്മളുടെ ജനനം എന്ന് വേണം, നമുക്കേത് പ്രകാരത്തിലുള്ള ശരീരം കിട്ടണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള അധികാരം നമ്മളിൽ ഇല്ല. നാം ചെയ്തു വച്ചിരിക്കുന്നതായ കർമ്മങ്ങളുടെ ഫലമനുസരിച്ച് ഉള്ളതായ ശരീരവും അതിനുള്ളതായ കാലവും ഒക്കെ നമുക്ക് ഭഗവാന്റെ തന്നെ ആ കാലസ്വരൂപമായിരിക്കുന്ന ആ ചൈതന്യപ്രവാഹത്തിലൂടെ കൈവരുന്നു. ഗംഗയിൽ ഒഴുകുന്ന
പദാർത്ഥങ്ങളെപ്പോലെ, ഇലകളെപ്പോലെയാണ് നമ്മൾ. ആ ഒഴുക്കിൻ്റെ ശക്തി, കാലപ്രവാഹത്തിൻ്റെ ശക്തി നമ്മെ ഇങ്ങനെ ജനിമൃതികളിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. എന്നാൽ ഭഗവാൻ അങ്ങനെയല്ല. ഭഗവാന് ഇഷ്ടമുള്ളപ്പോഴേക്കും ഈ ഭൂമണ്ഡലത്തിലേക്ക് ഇറങ്ങി വരാം. എപ്പോഴാണ് അദ്ദേഹം വരിക? ലോകത്തിൽ അധർമ്മം വളരുമ്പോൾ, ധർമ്മത്തിന് ഗ്ലാനി വരുമ്പോൾ അപ്പോഴേക്കും അദ്ദേഹം ഇറങ്ങി വരും. ഇവിടെ ഗീതയിലെ വേറൊരു ശ്ലോകം നമ്മുടെ മുന്നിലേക്ക് കയറി വരികയാണ്. ആ ശ്ലോകത്തിൻ്റെ കഥാമയമായിട്ടുള്ള വർണ്ണനമാണിത്. യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തഥാ ആത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. കൃഷ്ണൻ്റെയും അർജുനൻ്റെയും അവതാരം അത് ജനനമല്ല, നമ്മെപ്പോലുള്ള സാധാരണ ജനനമല്ല, അവതാരമാണ്. എന്തുകൊണ്ടെന്നാൽ അവർ ബോധപൂർവം ഇറങ്ങി വന്നതാണ് ഇങ്ങോട്ട്. അതുകൊണ്ടാണ് അവതാരം എന്ന് പറയുന്നത്. ഭൗതികമായ സാഹചര്യങ്ങളെല്ലാം എല്ലാ പേരിലും ഒന്നുപോലെ തന്നെ. പക്ഷേ നമ്മുടെ ജനനം നമ്മുടെ ഇച്ഛയ്ക്കധീനമല്ല, നമ്മുടെ കർമ്മഗതിക്കധീനം മാത്രമാണ്. എന്നാൽ അവരുടെ ജനനം അവരുടെ ഇച്ഛയ്ക്കധീനമാണ്. അതുകൊണ്ട് അതിനെ അവതാരമെന്ന് പറയുന്നു. അങ്ങനെ എപ്പോഴൊക്കെയാണോ ലോകത്തിൽ അധർമ്മം വളരുന്നത്, ധർമ്മത്തിന് ഗ്ലാനി ഉണ്ടാകുന്നത്, അപ്പോഴൊക്കെ ഞാൻ ഈ ഭൂമിയിൽ അവതരിക്കുന്നു. എന്തിനു വേണ്ടി? സജ്ജനങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി, ഈ ഭൂമിയിൽ നിന്ന് ദുഷ്ടതയെ ദൂരീകരിക്കുന്നതിന് വേണ്ടി. ദുർജനങ്ങളുടെ ആത്മാവിൻ്റെ ധ്വംസനമല്ല, ദുർജനങ്ങളുടെ ആത്മാവിനെ ധ്വംസിക്കലെന്നുള്ളതില്ല. ചിലപ്പോൾ ദുർജനങ്ങളെ അവർക്ക് കാര്യം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ആയുധം കൊണ്ട് ശിക്ഷിക്കേണ്ടി വന്നു എന്ന് വരും. രാമായണത്തിലും ഈ മഹാഭാരതത്തിലും ഭാഗവതത്തിലും അനേകം പുരാണങ്ങളിലും അത്തരം സന്ദർഭങ്ങൾ നാം കാണുന്നുണ്ട്. അപ്പോഴെല്ലാം അവരുടെ ശരീരത്തെ മാത്രമാണ് അവിടെ ഭഗവാൻ ആയുധം കൊണ്ട് ദൂരീകരിക്കുന്നത്. ആ ആത്മാവിന് ആ അജ്ഞാനജന്യമായിരിക്കുന്ന ശരീരത്തിൻ്റെ ദുഷ്ടമായ വാസനാവിശേഷങ്ങളിൽ നിന്ന് വിമുക്തി നേടിക്കൊടുക്കുന്നു, അവരെയും രക്ഷിക്കുകയാണ്. അങ്ങനെ ദുഷ്ടതയെ ദൂരീകരിച്ചിട്ട് ദുർജനങ്ങളെപ്പോലും സജ്ജനങ്ങളാക്കി അവരെ മുഴുവൻ രക്ഷിക്കുന്നതിന് വേണ്ടി, അങ്ങനെ ധർമ്മത്തെ സംസ്ഥാപിക്കുന്നതിന് വേണ്ടി, ഉറപ്പിച്ച് പുനഃപ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടി സംഭവാമി യുഗേ യുഗേ, ഞാൻ യുഗങ്ങൾ തോറും ജനിക്കുന്നു. ഇതാണ് കൃഷ്ണൻ്റെ അവതാരത്തിന് ഉള്ളതായ കാരണം. കൃഷ്ണനോടൊപ്പം നരഋഷിയായിരിക്കുന്ന അർജുനനും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അവർ രണ്ടുപേരും ചേർന്നാണ് ഈ കർമ്മങ്ങൾ ഇവിടെ അനുഷ്ഠിക്കുക. കൃഷ്ണൻ എന്നുള്ളത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുന്ന പരമാത്മാവ്, അർജുനൻ എന്നുള്ളത് ആ പരമാത്മാവിൽ സമർപ്പിതമായ നമ്മുടെ മനസ്സ്, വിവേകശാലിയായ മനസ്സ്. നമ്മുടെ മനസ്സ് അർജുനനാകണം. അർജുനനുള്ളതായ ഈ ദൈവീ സമ്പത്ത് നേടണം. അതിനു വേണ്ടിയിട്ട് കഠിനമായിട്ടുള്ള യത്നം നമ്മിൽ ഓരോരുത്തരിലും ഉണ്ടാകണം. അപ്പോൾ നാം അർജുനനായി മാറും, കൗന്ദേയനായി മാറും. അപ്പോൾ നാം നരഋഷിയായി മാറും. അപ്പോൾ നമ്മുടേത് അവതാരമായി മാറും. അപ്പോൾ ഭഗവാൻ നമ്മുടെ തേര് തെളിക്കും. അങ്ങനെ ഭഗവാൻ അർജുനൻ്റെ സഹായിയായി നിന്ന് അർജുനൻ്റെ രഥമുന്തളിച്ച് ഇന്ദ്രനോട് യുദ്ധം ചെയ്യുന്ന, ദേവാദികളോട് യുദ്ധം ചെയ്യുന്നതായ ഒരു രംഗത്തിലേക്കാണ് നാം ഇപ്പോൾ കടന്നു ചെല്ലാൻ തുടങ്ങുന്നത്. ഇക്കാര്യം ഇവിടെ ഈ ഗീതാശ്ലോകങ്ങളുടെ ആശയം ഇവിടെ 16 അക്ഷരങ്ങൾ കൊണ്ട് തന്നെ വ്യാസൻ പറഞ്ഞു വച്ചിരിക്കുന്നു. അത് ബ്രഹ്മാവ് അഗ്നിയോട് പറയുന്ന വാക്കായിട്ടാണ്. സംപ്രാപ്തൗ മാനുഷേ ലോകേ കാര്യാർത്ഥം ഹി ദിവൗകസാം. ദേവന്മാരുടെ കാര്യം നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ നരനാരായണന്മാർ ഭൂമിയിൽ എത്തിച്ചേർന്നതാണ് എന്ന്. ദേവന്മാരുടെ കാര്യം ധർമ്മത്തെ രക്ഷിക്കൽ, ധർമ്മം വളരുക എന്നുള്ളതാണ് ദേവന്മാരുടെ കാര്യം. അസുരന്മാരുടെ കാര്യമോ, അസുരീ ബുദ്ധികളുടെ കാര്യം വളരെ വ്യക്തമായി നമുക്കറിയാം.
ആസുരീ സമ്പത്തിനെ നമ്മൾ ഇനി നേരിട്ട് കാണാനും പോകുന്നു. അധർമ്മം വളർത്തുക എന്നുള്ളതാണ് അവരുടെ ആ ആസുരീ സമ്പത്തിൻ്റെ ലക്ഷ്യം. അത് ദേവവിരുദ്ധമാണ്, ധർമ്മവിരുദ്ധമാണ്, ലോകവിരുദ്ധമാണ്, ജീവരാശിക്ക് വിരുദ്ധമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ജീവരാശിക്ക് വളരെയേറെ കഷ്ടപ്പാടുകളുണ്ടാകും. അതിൽ നിന്ന് ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി ധർമ്മത്തെ പുനഃസ്ഥാപിക്കണം. അതിനു വേണ്ടിയിട്ട് വന്നവരാണിവർ ദേവകാര്യം നടത്താൻ, ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ. ദേവകാര്യമെന്ന് പറഞ്ഞാൽ ധർമ്മത്തിൻ്റെ പുനഃസ്ഥാപനം. അതിനു വേണ്ടിയിട്ട് വന്ന മനുഷ്യലോകത്തിലേക്ക് വന്ന മനുഷ്യലോകത്തിലേക്ക് വന്ന പഞ്ചീകൃത പഞ്ചഭൂത നിർമ്മിതമായ ഈ സ്ഥൂല ശരീരം സ്വീകരിച്ചുകൊണ്ട് അങ്ങനെ ഈ ലോകത്തിലേക്ക് വരാൻ പറ്റൂ. ഈ ലോകത്തിൽ ശരീരം പഞ്ചീകൃത പഞ്ചഭൂത നിർമ്മിതമാണ്. ജീവനുള്ളവയുടെ ശരീരമായാലും ശരി, ജീവനില്ലാത്തവയുടെ ശരീരമായാലും ശരി, പഞ്ചീകൃത പഞ്ചഭൂത നിർമ്മിതമാണ്. ആ ശരീരത്തിൻ്റെ ഘടനയൊക്കെ നേരത്തെ പല സന്ദർഭങ്ങളിലായിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ആ മിഥിലാപുരിയിലെ വ്യാധൻ ബ്രാഹ്മണൻ ഉപദേശിക്കുന്നതൊക്കെ നമ്മൾ കേട്ടു. ഇനി നമ്മൾ അത് വളരെ വിശദമായിട്ട് ഭഗവത്ഗീതയുടെ 7, 8, 9 അധ്യായങ്ങൾ കഥയായിട്ട് ഇതിനകത്ത് വരുന്നത് നാം അപഗ്രഥിക്കുമ്പോഴേക്കും വ്യക്തമായി കാണും. അങ്ങനെ പഞ്ചീകൃത പഞ്ചഭൂത നിർമ്മിതമായിരിക്കുന്ന സ്ഥൂലഭൂതങ്ങളാൽ നിർമ്മിതമായിരിക്കുന്ന സ്ഥൂല ശരീരവും അപഞ്ചീകൃത പഞ്ചഭൂത നിർമ്മിതമായിരിക്കുന്ന സൂക്ഷ്മ ശരീരവും ഒക്കെയുള്ള ഈ മനുഷ്യ ശരീരത്തെ കൈക്കൊണ്ടിട്ട് അവർ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതാണ്.